ഇത് ആരാണ് ഈ രണ്ട് സുന്ദരികൾ? ദേവനശ്രീയോ? ഹായ് ഹായ്. എത്ര ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ കുറച്ചിങ്ങനെ യാത്രയിലായിരുന്നു മക്കളെ. ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാണ്ടിരിക്കോ? ഇവിടെ എത്ര പാട്ടുകൾ പാടി തകർത്ത് പോയ ദേവനശ്രീ കുട്ടിയാണ്. അത് മാത്രല്ല ഹിന്ദിയിലും പോയി അടിച്ച് പിന്നെ ഇന്ത്യൻ ഐഡൽ. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. മോള് പാടി ഭയങ്കര ഹിറ്റായില്ലേ? അവര് വിളിക്കാറുണ്ടോ? ആണല്ലേ? വിളിക്കാറുണ്ട്. പ്രോഗ്രാമിന് പോവാറുണ്ടോ ഹിന്ദി? വെരി ഗുഡ്. ഇവിടുത്തെ അവിടെ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് ടോപ്പ് സിംഗറിന്റെ ഒരു ഇവിടുന്ന് കിട്ടിയ ജഡ്ജസിന്റെ കയ്യിൽ നിന്നുള്ള ഒരു എന്താ പറയാ ശിക്ഷണം. അതെ, ഗ്രൂമേഴ്സും എല്ലാവരുടെയും എക്സ്പീരിയൻസ്. അത് മാത്രമല്ല നമ്മുടെ ടോപ്പ് ബാൻഡിന്റെ കൂടെയുള്ള അതെ ചേട്ടന്മാരുടെ എല്ലാം അതെ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ. കേട്ടോ അർജിത, കണ്ടോ ഇതൊക്കെ? അങ്ങനെയൊക്കെ ആവണ്ടേ? ഇവിടുന്ന് എന്താണല്ലോ നാട്ടുകാരാ. അടുത്തടുത്താണോ? എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. ആണോ? അത് ശരി, കൊള്ളാലോ. അപ്പൊ ചോദിച്ചു വാങ്ങിച്ചാണോ ഈ ചേച്ചിയുടെ കൂടെ വേണോന്ന്? അതൊന്നുമല്ല, ആണല്ലേ? സുന്ദരികളായിട്ടുണ്ട്. അത് നമ്മൾ കുറച്ചു നേരം വായും പൊളിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ പാട്ട് കാണുമ്പോ ഈ വേഷം കാണുമ്പോ താഴം അത് പാടുവോ? അതാണോ ഇത് പാടുന്നേ? അല്ല, പക്ഷെ ഈ വേഷം കാണുമ്പോ അതൊക്കെയാ മനസ്സിൽ വരണേ. എന്തിനായി നീ സൂപ്പർ അല്ലേ? എന്തിനാ സൂപ്പറാണ്. അതെ അതെ, അങ്ങനെയൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പാടിയത് ചിത്രാമ്മ. ഓക്കെ. ഇയർ 2003. മ്യൂസിക് രവീന്ദ്ര മാസ്റ്റർ. പിന്നെ ലിറിക്സ് ബയലാർ ശരത് ചന്ദ്രവർമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ഓൾ ദ ബെസ്റ്റ്.
സൂപ്പർ സൂപ്പർ വെരി നൈസ് ദേവനക്കുട്ടി വെരി നൈസ്. അപ്പോ ആർജിത് കുട്ടി, എന്ത്? ആർജിത് കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു ആദ്യ ഒരു രവീന്ദ്ര മാഷ് പൂക്കുറ്റി. താങ്ക് യു